എല്ലാവർക്കും നമസ്കാരം. സാന്റീസ് കിച്ചണിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് മോൾക്ക് സുഖമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇതൊന്നും വീഡിയോ ചെയ്തില്ല. ഇന്ന് ഒരു തക്കാളിക്കറിയും ഒരു മീൻ വറുക്കലാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് മുളക് പൊടിയൊക്കെ പരട്ടി വെച്ചിട്ടുണ്ട്. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, നാരങ്ങ നീര് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇത് കുഴച്ച് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഇത് തക്കാളി കറിക്കുള്ളതാണ്. ചുവന്ന മുളക്, പച്ചമുളക് കീറിയത്, ചുവന്നുള്ളി, സവാളയുള്ള ചുവന്നുള്ളി, തക്കാളി. ഇതാണ് തക്കാളി കറിക്കുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് മീൻ വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സംഭവമാണ്. മീൻ വറുക്കുമ്പോൾ ഒരു ചെറിയൊരു ട്രിക്ക്, ഞാൻ മോൾക്ക് അങ്ങനെയാണ് വറുത്ത് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എടുത്തിട്ട് പറയുന്നത്. മീന് ഇത് സാധാരണ നമ്മൾ മീൻ വറുക്കുമ്പോൾ കറിവേപ്പില അരിഞ്ഞത്, അതിൻ്റെ കൂടെ പൊടിയെ അരിഞ്ഞ് വെച്ച പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്, കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളക് വറക്കുമ്പോൾ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രത്യേക ഒരു മണം ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ തക്കാളി കറി ആയതാണത്. പലതരം തക്കാളി കറികളുണ്ട്. ഇതൊക്കെ എൻ്റെ അമ്മ പണ്ട് ഞങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പം ചെയ്യാൻ എനിക്കൊരു 48 വയസ്സായി. അതിന് മുമ്പുള്ള കറികളൊക്കെയാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവും എന്നറിയത്തില്ല. നിങ്ങളിതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ കമൻസ് പറയാം. എൻ്റെ ഫുഡ് ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്. അത് എന്നും പറയുമ്പോൾ മോശമല്ലേ. അപ്പം അത് കാരണം ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഇതിനകത്ത് ചുവന്നുള്ളി, പച്ചമുളക്, ചുവന്ന മുളക് ഇതൊക്കെ തന്നെയാണ്. കറിവേപ്പില നമുക്ക് തക്കാളിക്കറിക്ക് വേണ്ട കേട്ടോ. നന്നായിട്ട് ചുവന്നുള്ളി നന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തക്കാളിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് കാരണം കൊണ്ടാണ് ഞാനിങ്ങനെ ചുവന്നുള്ളി ഇടുന്നത്. സവോളയിട്ട് തക്കാളി, പലതരം തക്കാളിക്കറി നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഇത് നമ്മുടെ വീട്ടിലിങ്ങനെ അമ്മ മരിച്ച വർഷങ്ങളായി. അങ്ങനെ ഒരു ഓർമ്മ. നമ്മളിതൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്ന കറികളൊക്കെ കേട്ടോ. മീനിന് സാധാരണ ആൾക്കാരും വിനാഗിരി പിഴിയും. പക്ഷെ ഞാൻ വിനാഗിരി ഇവിടെ പറ്റില്ല. അപ്പം നാരങ്ങ അതൊക്കെ നല്ല ടേസ്റ്റാണ് നാരങ്ങ പിഴിഞ്ഞ് വെക്കുമ്പോൾ. ഇത് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് എണ്ണ അധികം കുടിക്കില്ല. അതിനാണ് നമ്മളിത് അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. ഈ നോൺ സ്റ്റിക്കിൽ അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു അളവ് കേട്ടോ. ഇത്രയും വാടിക്കിടണം. തക്കാളി ഒരു 5-6 എടുത്തിട്ടുള്ളതാണ്. പിന്നെ അതിനകത്ത് ഇനി മഞ്ഞളും ഉപ്പും കൂടി ആഡ് ചെയ്താൽ കറിവേപ്പില ഒഴിഞ്ഞു. ഇത് നന്നായിട്ട് ഇനി വെന്ത് ഉടയണം. അത്രയേ ഉള്ളൂ ഇതിൻ്റെ എളുപ്പമാവും. അതിനകത്ത് ഇനി വേറെ ഒന്നും ചേർക്കാനില്ല. മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, വെള്ളമൊന്നും ചേർക്കരുത്. എന്നിട്ട് ഇതൊരു ചെറിയ തീയിൽ വെച്ചിട്ട്, ഞാനിങ്ങനെ പാക്കറ്റോട് വെക്കാൻ കാരണങ്ങളുണ്ട്. എനിക്കിഷ്ടമല്ല. അത് ചേർന്നാലേ ശരിക്കും സൂക്ഷിക്കില്ല. അതാണ് ഒന്നും വിചാരിക്കരുത്. ഞാൻ അങ്ങനെയാണ്, ചെറുതേ ഉണ്ടാവില്ല. അപ്പോൾ അതാണല്ല പാക്കറ്റോട് വെക്കും. ഇപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് തക്കാളി കറി. ഞാൻ പകുതി മാറ്റി വെച്ചിട്ടുണ്ട്, പകുതി എടുത്തിട്ടുണ്ട്. ചോറിട്ട് ഇളക്കാനാണ്. നമ്മൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാനാണ്, ലഞ്ചിന് കൊടുത്തയക്കാൻ വേണ്ടിയാണ്. മാറ്റി ചോറ് വരുന്നത് കുട്ടികൾ ആരെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ രാവിലെ പൊന്നിയരി കേട്ടാ. പൊന്നിയരിക്കാണ് ഈ ചോറ്, ഈ കറി നല്ലത്. അപ്പൊ ഇന്നത്തെ ഫുഡ് ഒക്കെയാണ്. ഇതാണ് തക്കാളി ചോറ്. അമ്മ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് ആക്കി കൊടുത്ത ചോറാണ്. അതിന്റെ ബാക്കി ഗ്രേവി. ഇത് മീൻ വറുത്തത്. ഈ മീനിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് എന്താ വെച്ചാൽ ഈ നാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു
മീൻ വറുത്തതാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, ചുവന്നുള്ളി, മുട്ട എല്ലാം കൂടി ഇട്ട് ആഡ് ചെയ്ത് അതിന്റെ പുറമെ നാരങ്ങയും കൂടി പുളിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണുകൊണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് അഭിപ്രായം പറയുക. പിന്നെ കരിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടിയിട്ട് ആഡ് ചെയ്ത് ഇങ്ങനെ വറുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ എല്ലാവരും കൂടി ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങൾ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ.